പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടത് ആഭ്യന്തര വകുപ്പായിരുന്നു. കാരണം ഇവിടെ പലരും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പോലീസിൻ്റെ ഒരു പോലീസ് രാജ് പല സാഹചര്യങ്ങളിലും ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷെ എന്തായാലും ഒരു നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ പെരിയ കൊലപാതകത്തിൽ, അതായത് കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബങ്ങൾ. കെ വി ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, ഈ ഒരു സംഭവത്തിൽ, ഈ കേസിൽ, ഇരട്ടക്കൊലപാതക കേസിൽ വിധി വന്നിട്ടും വലിയ നിരാശയായിരുന്നു അവർ പ്രകടിപ്പിച്ചത്. കാരണം തങ്ങൾക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല. പലരും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ പലർക്കും ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന്. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അവർക്ക്? തീർച്ചയായും ടോമി, അത് തന്നെയാണ് അവർ പങ്കുവച്ചത്. കാരണം 2019 ഫെബ്രുവരി 17 ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അന്ന് മുതൽ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു. അത് ഇവരുടെ വീടുകളൊക്കെ നേരത്തെ വാർത്തയായതാണ്. അങ്ങനെ കോൺഗ്രസ് ഇവർക്ക് വീട് വെച്ച് നൽകുന്നു. ഓരോ ഘട്ടത്തിലും കുടുംബത്തോടൊപ്പം നിന്നതാണ് കോൺഗ്രസ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് VD സതീശനും അതുപോലെ തന്നെ ചെന്നിത്തലയും ഒക്കെ ഈ കുടുംബത്തിൽ പലപ്പോഴും ഇവർ കാസർഗോഡ് എത്തിയാൽ അവരുടെ വീടുകളിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തേക്ക് പുറപ്പെടുന്ന കോൺഗ്രസിന്റെ പല ജാഥകളും ആരംഭിക്കുന്നത് ഈ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിലാണ്. അങ്ങനെ അത്രത്തോളം വലിയ തോതിലുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതീക്ഷ വെച്ചു വരുന്നത്. ടോമ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുടുംബം പറയുന്നത്, ഈ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഈ കേസിൽ 24 പേരാണ് പ്രതികളായിട്ടുണ്ടായത്. പക്ഷേ അത് CBI അന്വേഷിച്ചപ്പോൾ അവസാനം 14 പേരെയാണ് ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തവും 4 പേർക്ക് 5 വർഷം തടവുമാണ്. അത് ഈ 4 പേരെന്ന് പറയുന്നത് മുൻ MLA KB കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരാണ് 5 വർഷം ശിക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പീൽ പോകാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് പുറത്ത് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ബാക്കിയുള്ള, അതായത് 24 പേരാണ് ഈ പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. ഈ ആളുകളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുനരന്വേഷണം എന്നൊരു ആവശ്യം ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ ഇവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത്